ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിറകെല്ലാം കത്തിച്ച് അരി അടുപ്പിലിട്ടട്ടാ. അപ്പോൾ രാവിലെ മക്കൾ പോയതിന് ശേഷമില്ലേ ചായ കുടിയെല്ലാം കഴിഞ്ഞ് നേരെ ഇപ്പണിയാണ് എടുത്തത്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അരിയെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ ഒരു കപ്പൊക്കെ പറിച്ചിട്ട് പച്ചടിയാക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുക്കലാന്ന്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് ചെറുത്തതിൻ്റെ അരിയുണ്ട് കപ്പൊക്കെ പച്ചടിയാക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഉപ്പേരി തന്നെ ആക്കുന്നതുകൊണ്ട് ഇന്ന് വിചാരിച്ചു പച്ചടി ഉണ്ടാക്കാന്നിട്ട്. കുറേ ആയി പച്ചടി ഉണ്ടാക്കാതെ. അപ്പോൾ അതെല്ലാം മുറിച്ചെടുക്കട്ടെ. പിന്നെ നത്തൽ കിട്ടിയിട്ടുണ്ട്. അതിന് ചെറിയതല്ല നത്തലല്ല, ഇന്ന് ചെറിയ ചെറുങ്ങനല്ല, കുഞ്ഞ് കുഞ്ഞ് ഭയങ്കര പണിയാണ്. പക്ഷേ എൻ്റെ സാധനങ്ങളെല്ലാം കുഞ്ഞ് കുഞ്ഞായിട്ട് അരിയുണ്ട്. നത്തൽ ചെയ്യാനും കുറച്ച് പണിയല്ല. അപ്പോൾ അതിനെല്ലാം കൂടെ ഒരു വെള്ളം ചാറായിട്ട് പരിപ്പ് കറി, അത് നമ്മൾ സ്ഥിരം കറിയല്ലേ, പരിപ്പോ തോര അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇന്ന് പരിപ്പ് കറിയാക്കി. അപ്പോൾ പരിപ്പെല്ലാം വെന്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും പച്ചമുളക് കൂട്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ഇട്ട് വേവിച്ചതിലേക്ക് ഇനി കടുക് വറുത്തിടുകയും വേണ്ടു. കടുകും ചുവന്നമുളകും കൂടി വറുത്തിട്ടാൽ മതി, കറിവേപ്പില ഇട്ടിട്ട്. അപ്പം അങ്ങനെ പരിപ്പ് കറി റെഡിയായി കേട്ടോ. ഇന്നത്തെ കറികളെല്ലാം ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തന്നെയാണ്. അപ്പോൾ പച്ചടി ഉണ്ടാക്കാൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ കുക്കർ ഒരു പരിപ്പ് കറി ഒരു ബോണിലേക്ക് മാറ്റിയിട്ട് കുക്കറിൽ കഴുകിയെടുത്തിട്ട് കുക്കറിലേക്ക് ആ കപ്പൊക്കെ ചെറുതായി അരിഞ്ഞതെല്ലാം എടുത്തിട്ട് പച്ചമുളക് ഒരു 3-4 മുറിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെച്ചു. 2 വിസിലടിക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് അപ്പോഴത്തേക്കും ഞാൻ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങയും ഇതിലും 2 പച്ചമുളക് ഇടുന്നുണ്ട്. കുറച്ച് എരിവായി കൂട്ടി അരച്ചിട്ട് തൈരും കൂടി നല്ലപോലെ അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം അരക്കുന്നത്ര കേട്ടോ. അപ്പോൾ അരച്ചെടുത്തതാണ് ഇത്. അരച്ചെടുത്തതിന് ശേഷമില്ലേ കടുക് പിന്നെ എല്ലാവർക്കും. അപ്പോൾ 1 സ്പൂണ് കടുകും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ആ കടുകിനൊന്ന് പൊട്ടിച്ച് കൊണ്ടുവരട്ടെ. നല്ലോണം അരിഞ്ഞുകൂടാ, അന്നേരം കയ്പ്പ് രസവും. അപ്പോൾ അതെല്ലാം റെഡി ആകുമ്പോഴേക്കില്ലേ എൻ്റെ ചോറിട വന്നിട്ടുണ്ട്. അതിനെ അപ്പോൾ ഒന്നും കൂടി വന്നാൽ അത് അടുത്തത് ചീഞ്ഞ മുട്ട കേട്ടോ. കുറുവ അരി തന്നെ എന്നാലും കൂടി രാവിലെ ഇട്ടുകൊണ്ട് അപ്പോൾ ഒന്ന് വാർത്തിട്ട് ബാക്കി പരിപാടി ചെയ്യാതിരിച്ചിട്ടാണ് കേട്ടോ. ആ അടുപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വറുക്കാനില്ലേ നല്ല സുഖമാണ് കേട്ടോ. മേത്തൊന്നും ആവുമില്ല. നല്ല മെല്ലനെ പെട്ടെന്ന് ഇങ്ങനെ വറുത്തെടുക്കാൻ കഴിയുക പൊള്ളാണ്ട്. അങ്ങനെ അരിയെല്ലാം വറുത്ത് വെച്ച് ചോറ് റെഡിയായി. അങ്ങനെ ഈ കപ്പൊക്കെ എല്ലാം വെന്തിട്ട് വേണ്ട. അപ്പം ഇനി കടുക് വറുത്തിട്ട് അതിലേക്ക് ഇനി ഇട്ടിട്ട് അരി പൊഴിച്ചാൽ മതിയെ. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നല്ലപോലെ എണ്ണ ഒഴിക്കുക. ഇതിൻ്റെ വറവാണ് ഇതിനെ പ്രധാനം കേട്ടോ. അപ്പോൾ കുറച്ച് നല്ലപോലെ കടുക് ഇടുക, കറിവേപ്പില ഇടുക, ചുവന്നമുളക് ഇടുക. എല്ലാം കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ കപ്പൊക്കെ വേവിച്ചതിന് അതിലേക്ക് ഒഴിച്ചിട്ട് അരവും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കപ്പൊക്കെ പച്ചടി റെഡിയായേ. അപ്പോൾ ഞാൻ ഈ സമയത്ത് തീയില്ല സിമ്മിലിട്ട് വെച്ചിട്ടുണ്ടായിനി. അരവൊഴിച്ചിട്ട് ആയതുകൊണ്ടൊന്ന് തിളക്കട്ടെ വിചാരിച്ചിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഉപ്പ് നോക്കുമ്പോൾ ഉണ്ടായിട്ട് എന്നിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് ഇത് ലാസ്റ്റ് ഒരു പഞ്ചസാര ഇട്ട് കൊടുക്കലാണ് കേട്ടോ. ഈ പഞ്ചസാര പച്ചടിയിലും അച്ചാറിലെല്ലാം ഇട്ട് കൊടുത്തില്ലേ ലാസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കപ്പൊക്കെ പച്ചടി റെഡിയായേ. പിന്നെ ഇതാ ആ കുഞ്ഞ് നത്തലും കൂടി പൊരിച്ചാൽ ഇന്നത്തെ കറിയെല്ലാം റെഡിയായി കേട്ടോ. അപ്പോൾ അതെല്ലാം പൊരിച്ചെടുത്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നോക്കലാന്നേ. പിന്നെ എന്താ ഇന്നത്തെ കറി ഇത്രയല്ലോ കേട്ടോ. അതെല്ലാം ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തന്നെയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ.